ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കോളേജ് ഓണം വ്ളോഗാണ്. ഓണമൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ നോക്കിയിട്ട് സാരി ഉടുക്കുന്നതും മേക്കപ്പ് ഇടുന്നതും ഹെയർ സ്റ്റൈലൊക്കെ നോക്കി വെക്കും. അപ്പോൾ ഞാനും അതേപോലെ ഒക്കെ സെറ്റാക്കിയിട്ട് വെച്ചാൽ, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. എനിക്കതിൻ്റെ ടൈം കിട്ടിയിട്ടില്ല. അമ്മ വേഗം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്, അവളുടെ വീട് കോളേജിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും കൂടെ കോളേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നേരത്തെ പോയിട്ട് പ്രത്യേകിച്ച് നമുക്ക് കോളേജിൽ ഒരു കാര്യമില്ല. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് പിന്നെ സാരിയൊക്കെ സെറ്റാക്കിയത്. ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ഓടിയതാണ്. കാരണം നമുക്ക് ബസ് ലേറ്റ് ആയാൽ പിന്നെ കുറേ 2-3 ബസ് കയറിയിട്ട് കോളേജിലേക്ക് പോകേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റ് ആക്കാണ്ട് വേഗം ഓളുടെ വീട്ടിൽ പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ്. അപ്പോൾ എല്ലാവരും ഒന്നും ബ്ലൗസ് അടിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് പേര് ബ്ലൗസ് അടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് പർപ്പിൾ കളർ ഡ്രസ്സ് അങ്ങനൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ലേറ്റ് ആക്കാൻ തന്നെ വേഗം ഓട്ടോ പിടിച്ചിട്ട് കോളേജിലേക്ക് പോകാൻ വിചാരിച്ചു. കോളേജിലേക്ക് അധികം ദൂരമൊന്നുമില്ല, ഒരു കുന്ന് കയറണം. ഈ സാരി കൊടുത്തിട്ട് ആ കുന്നൊന്നും കയറാൻ കഴിയാത്തതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് വേഗം കോളേജിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ നേരത്തെ പ്രോഗ്രാമിന് എത്തുമ്പോൾ ആരും ഉണ്ടാവില്ല. ഈ ഒരു പരിപാടിക്ക് നമുക്ക് കുറച്ചൊന്ന് ലേറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗെയിം ഉണ്ടായത് കസാരക്കളിയാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര ജയിക്കാം അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ നമ്മൾ തോറ്റു ഗൈസ്. കറക്റ്റ് ഞാൻ ആ പൊട്ടുന്നത് തന്നെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ സൈഡിൽ നിന്ന് തന്നെ ഞാൻ പൊട്ടുകയും ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ സമാധാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ മേളിൽ പോയി. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ വീഡിയോ ആക്കിയിരുന്നു. അപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് നമുക്ക് ആക്കാന്നിട്ട് മേളിൽ പോയ കുറേ ഏട്ടന്മാർ ഡ്രംസും ബാൻഡ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കോളേജിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നാണ്ടു. പിന്നെ ഫുൾ ബഹളായി. നമ്മൾ വേഗം താഴെ പോയിട്ട് തുള്ളാനും ഇങ്ങനെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചു. കാരണം നല്ല വെയിലായിരുന്നു. വെയിലത്ത് ഇങ്ങനെ പൊരിയാണ് ഉണ്ടായത്. രാവിലെ നമ്മൾ ആ കസാരക്കളി ആ ടൈമിൽ കുറച്ച് മഴ ഉണ്ടായിരുന്നു. പിന്നെ മഴ പോയി ഫുൾ വെയിലായി. നമ്മൾ ആ തുള്ളുന്ന ടൈമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പൊരിഞ്ഞ് നമുക്ക് ക്ഷീണം. പകുതി ആൾക്കാരും നമ്മളെ പർപ്പിൾ കളറായിരുന്നു കേട്ടോ ഉണ്ടായത്. പർപ്പിളും പിന്നെ ആ ഒരു പീകോക്ക് ബ്ലൂ അങ്ങനത്തെ ഒരു കളറാണ് ഉണ്ടായത്. നമ്മൾ മാത്രം പർപ്പിൾ നിലമായിട്ട് നമ്മളിങ്ങനെ നിന്നതാണ്. കോളേജിലെത്തുമ്പോഴത്തേക്ക് പകുതി ആൾക്കാർ പർപ്പിള്, കോമൺ ആയിട്ട് കണ്ടത് പർപ്പിളും പിന്നെ ആ ഒരു പീകോക്ക് ബ്ലൂ ആണ്. പിന്നെ നമ്മൾ തുള്ളനും ആടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാൻറ്റീൻ പോയിട്ട് ഒരു ഐസൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തിന്നായിരുന്നു. കാരണം ക്ഷീണിച്ച് അത്രക്ക് ഒരു 2 തുള്ളൽ തുള്ളുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. സാരി ഉടുത്തിട്ട് തുള്ളാൻ നിന്ന് നമ്മളൊരു കാര്യം. നമുക്ക് സദ്യ ഇല്ല, ഓണസദ്യ ഇല്ല, പായസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഓണസദ്യ ഇല്ലാണ്ട് എന്തോ ഓണം എന്നല്ലേ? നമുക്ക് ആ വയനാട്ടിന്റെ ആ പ്രശ്നമൊക്കെ ആയിക്കൊണ്ട് നമുക്ക് ഓണസദ്യ ഇല്ല, പായസമാണ് ഉണ്ടായത്. പായസം അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഫുൾ എന്തോ പാല്, അതിലൊന്നും അങ്ങനെ ഉണ്ടായില്ല. പാല് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. പായസം എന്ന് പറഞ്ഞിട്ട് പാലും വെള്ളം തന്ന അവസ്ഥ ആയിരുന്നു. പിന്നെ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ക്യാൻറ്റീനിൽ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാണ്. പായസം കുടിച്ചിട്ട്, പായസം എന്ന് പറയാൻ പറ്റൂല, എന്തായാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സംഭവം. ഇത് നമ്മൾ ക്ലാസ്സിലെ ബോയ്സ് ആണ് കേട്ടോ. പർപ്പിളിൽ തിളങ്ങുന്ന ഗൈസ്. ഇവർ ഡ്രസ്സ് അടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. രാത്രിക്ക് രാത്രി 15 വയസ്സൊക്കെ ഇരുന്നടുപ്പിച്ച ടീംസാണിത്. ഇവരോട് ഞാൻ ഇങ്ങനെ പറയാണ്, യൂട്യൂബിലിടാനാണ് ഒരു ഹായ് ഒക്കെ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വെറുപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. സദ്യ ഇല്ല, ആ ഒരു സങ്കടം നമുക്ക് നല്ലോണം ഉണ്ട്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരുന്നത് ഓണസദ്യയാണ്. കാരണം നമ്മളങ്ങനെ ഓണസദ്യ അങ്ങനെ കഴിക്കാറില്ലല്ലോ. സദ്യ അങ്ങനെ കഴിക്കാറില്ല, നമ്മൾക്ക് കൂടുതലും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് ഓണസദ്യയും പായസമൊക്കെയാണ് മനസ്സിൽ. അപ്പോൾ ഓണസദ്യ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഷമം മാറ്റാൻ നമ്മൾ പുറത്തു പോയിട്ട് കഴിക്കാനാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്താൻ വിചാരിച്ചു. കാരണം ആ കുന്നൊക്കെ കഴിഞ്ഞിട്ട് പോവണ്ടേന്നില്ല ആ ഒരു വിഷമത്തിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നില്ല പരിപാടി ആദ്യം ഉണ്ടായത്. ഓണത്തല്ല്, ഓണത്തല്ലായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഓണത്തല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താന്ന് കോയിനെ പിടിക്കലോ അങ്ങനെ എന്തോ സംഭവം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കോയിനെ പിടിക്കുക, ഒരു കോയിനെ എറിഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടത്തോട് ആൾ വന്നിട്ട് അത് ഫസ്റ്റ് ആരാണോ പിടിക്കുന്നത് അങ്ങനെ. രാവിലെ മുതലേ ആ വെയിലത്ത് നിൽക്കാൻ തുടങ്ങിയോണ്ട് തന്നെ നമ്മുടെ മുഖത്തിന്റെ കളറൊക്കെ മാറി ഒരു
അടിപൊളി കളറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ മലന്റെ മേലിൽ ആ കോളേജിൽ പോയാൽ തന്നെ നമ്മളെ കളറ് മാറും. അങ്ങനെ ആ കോയിനെ പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നിലത് വടംവലിയാണ്. നമ്മളെ ക്ലാസ്സിന്റെ വടംവലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേ ടൈമായി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇനി ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ബോയ്സിന്റെ വടംവലിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.